മൊഡ്യൂൾ 5-ലെ ഫയൽസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. Say, assume we have to create one text file and save in some particular folder. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ നോട്ട് പാഡ് എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യം ചെയ്യാൻ പോവാണ്. മൈ നെയിം ഈസ് സംഗീത് എൻ. I am from Trivandrum, കേരള. ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസസ് ഞാൻ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് സേവ് ചെയ്യാൻ പോവാണ്. ഞാൻ സേവ് ആസ്, ഞാൻ എവിടെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്? സി ഡ്രൈവിൽ ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കാം. സി ഡ്രൈവിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനകത്ത് സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഫോൾഡർ ഉണ്ടാക്കുന്നു. ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ ഈ ഫയലിനെ സേവ് ചെയ്യുന്നു. ഈ resume.txt എന്ന് പറഞ്ഞാണ് ഞാൻ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ഞാനാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഈ ടെക്സ്റ്റ് ഫയലിനകത്ത് പോയി നോക്കുമ്പോൾ ഈ resume.txt കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എഴുതിയ അതേ കണ്ടന്റ്, മൈ നെയിം ഈസ് സംഗീത്, ഐ എം ഫ്രം ട്രിവാൻഡ്രം, കേരള എന്ന് പറഞ്ഞൊരു കാര്യം കാണാൻ പറ്റും. അത് ഈ ഫയൽ ഡിലീറ്റ് ചെയ്യുന്നവരെ ഈ ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നവരെ ഈ ഒരു കണ്ടന്റ് അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഫയൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഡേറ്റ സ്റ്റോറേജ്. എന്തെങ്കിലും ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫയൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫയലിൽ നമുക്ക് എന്തിനാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഫോർ ലേറ്റർ റിട്രീവൽ. പിന്നെ എപ്പോഴെങ്കിലും അതിനെ റിട്രീവ് ചെയ്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാനായിരിക്കും നമ്മൾ ഫയൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ സി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫയല് ഒരു പ്രോഗ്രാം വഴി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫയലിനകത്തുള്ള കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്തെടുക്കണം. അതിനകത്ത് റീഡ് ചെയ്ത കണ്ടന്റിൽ നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫയലിനകത്ത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ഓർ എത്ര വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സെന്റൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഒരു റിയൽ ടൈം എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. അതായത് ഒരു ഫയലിനകത്ത് ഇന്നൊരാളുടെ ഡീറ്റെയിൽ ഉണ്ടോ, അതായത് സംഗീതം എന്ന് പറയുന്ന ഒരാളിനെ ആ ഫയലിനകത്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഡീറ്റെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് ഫുൾ റിട്രീവ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഫയൽസിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത്. അതായത് നമ്മൾ റീഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ, വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നോർമലി നമുക്ക് ഫയലിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. ഇത് കൂടാതെ നമുക്ക് ഒരു ഫയലിനകത്ത് നമ്മുടെ നോർമലി ഉള്ള കേസസ് പറയുകയാണെങ്കിൽ, പ്രോഗ്രാംസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫയലിനകത്ത് പാലിൻഡ്രോം സ്ട്രിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഒരു ഫയലിനകത്തുള്ള കണ്ടന്റ് വേറൊരു ഫയലിനകത്തോട്ട് കോപ്പി ചെയ്യാം. ഇതുമല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഫയൽ കാണും, ആ രണ്ട് ഫയലിലെ കണ്ടന്റ് ഒറ്റ ഫയലിലേക്ക് മെർജ് ചെയ്യുക. ഇതേപോലെ ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് നമുക്ക് പ്രോഗ്രാം വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ ബേസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോഗ്രാം എടുക്കുന്നു. ആ പ്രോഗ്രാമിൽ നിന്ന് ഞാൻ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് അല്ലെങ്കിൽ കുറച്ച് ഇൻറ്റീജേഴ്സ് വാങ്ങിക്കുന്നു. അതിനെ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. റൈറ്റ് ചെയ്ത സാധനം ഞാൻ റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് നോക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രോഗ്രാം പോലെ ഒരു ചെറിയ കാര്യം നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ്
നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. ഇപ്പോൾ ഫയലിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് ഐഡിയ ഇത്രയാണ്. സോ ഫസ്റ്റ് പ്രോഗ്രാം ഞാൻ ചെയ്യാൻ പോവാണ്. എനിക്ക് എന്തെന്ന് പറഞ്ഞാൽ റീഡ് എ content from user and display and write that on a file named name.txt. So read a content read a name from user and write that name on a file name names.txt. ഇതാണ് എനിക്ക് ചെയ്യേണ്ട പ്രോഗ്രാം. ഓക്കെ, ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം ഹാഷ് ഇൻക്ലൂഡ് stdio.io.h. ഏതൊരു ഫയൽ ഓപ്പറേഷനിലും നമുക്ക് ആവശ്യമുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫയൽ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറാണ്. അപ്പം നമ്മൾ ഇൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത പോലെ ഫയലിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫയൽ പോയിന്റേഴ്സിൻ്റെ ഒക്കെ ടൈപ്പ് എന്ന് പറയുന്നത് ഫയൽ എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ്. ഇതെന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ഫയൽ എന്ന് പറയുന്ന ഇൻബിൽഡ് സ്ട്രക്ചറാണ്. അത് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? stdio.h എന്നതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫയൽ. സോ വി ക്യാൻ യൂസ് ദാറ്റ്. ഇറ്റ് ഈസ് ദ ടൈപ്പ്. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഒരു ഫയൽ പോയിന്ററിനെ ഞാൻ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ ഫയൽ പോയിന്റർ. അതിനെ ഞാൻ *f അല്ലെങ്കിൽ *fp എന്ന് വിളിക്കും. നമുക്ക് വേണമെങ്കിൽ എന്ത് പേര് f എന്ന് തന്നെ കൊടുക്കാം, *f. സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് f? f can point to a file. ഒരു ഫയലിനെ പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയൽ പോയിന്ററിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? f എന്ന് വിളിക്കുന്നത്. f is a file pointer that can point to a file. Now നമുക്ക് ഏത് ഫയലിനെയാണ് ഞാൻ f പോയിന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. പക്ഷേ f ഈക്വൽ ടു ഞാൻ പറയാണ്, ആദ്യത്തെ ഇൻബിൽഡ് ഫംഗ്ഷനെ പറ്റി പഠിക്കാൻ പോവാണ് ഞാൻ. f ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ. f ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഫയൽ ഓപ്പൺ. ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യണം. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്, p1 ഉം p2. 2 പാരാമീറ്റേഴ്സ് ഉള്ള ഒരു ഫംഗ്ഷനാണ്, ഇൻബിൽഡ് ഫംഗ്ഷനാണ് f ഓപ്പൺ എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പാരാമീറ്റർ എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട ഫയലിൻ്റെ പേര്. ഇവിടെ എനിക്ക് തന്നിട്ടുണ്ട് ഫയലിൻ്റെ പേരെന്താണ്? names.txt. സോ ഞാനിവിടെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് പറയേണ്ടത് എന്താണ്? names.txt. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ആ ഫയല് ഞാൻ ഏത് മോഡിനകത്താണ് ഓപ്പൺ ചെയ്യേണ്ടത്. p2 എന്ന് പറയുന്ന സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നതാണ് മോഡ് ഓഫ് ഓപ്പണിംഗ് എ ഫയൽ. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യത്തേക്ക് വേണ്ടി 3 ഉണ്ടെന്ന് പറഞ്ഞ് പഠിക്കാം. ഒന്നാമത്തത് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ അപ്പൻ മോഡിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യത്തേക്ക് നമുക്ക് 3 മോഡ് ഓഫ് ഓപ്പണിംഗ് എ ഫയലാണുള്ളത്. ഏതൊക്കെയാണ്? റീഡ് മോഡിൽ ഒരു ഫയൽ എനിക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യാം, അതായത് അതിനകത്തുള്ള കണ്ടന്റ് എനിക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റും. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഫയലിലേക്ക് എനിക്ക് എന്തെങ്കിലും ഡേറ്റ റൈറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യാം. ഇനി അപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അങ്ങനെ ഒരു ഫയലുണ്ട്, അതിൻ്റെ അകത്തോട്ട് എനിക്ക് എന്ത് ചെയ്യണം? 2-3 എക്സ്ട്രാ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പൻഡ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡ്, R എന്ന് പറയുന്ന റീഡ്, W എന്ന് പറയുന്ന റൈറ്റ്, A എന്ന് പറയുന്ന അപ്പൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ f ഓപ്പണിൻ്റെ അകത്ത് നമ്മൾ എന്താണ്? ഫയലിൻ്റെ പേര് പറയുക. രണ്ടാമത് എനിക്ക് മോഡ് ഓഫ് ഓപ്പണിംഗ് ആണ് പറയേണ്ടത്.
അപ്പോൾ മോഡ് ഓഫ് ഓപ്പണിംഗ് ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? മോഡ് ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് എനിക്ക് റൈറ്റ് ആണ് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ദ മോഡ് ഓഫ് ഓപ്പണിംഗ് ഐ വാണ്ട് ടു ഡിഫൈൻ സേ W. ഇനി എന്താണ് Wയുടെ പ്രത്യേകത? അപ്പോൾ ഞാനാണെങ്കിൽ ഈ ആദ്യം hello.c എവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം പറയാം. എൻ്റെ കയ്യിൽ ഇതെൻ്റെ ഡെസ്ക്ടോപ്പാണ്. ഈ ഡെസ്ക്ടോപ്പിനകത്ത് C പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്ത് ആണ് എനിക്ക് ഹലോ എന്ന് പറയുന്ന ഫയൽ ഉള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ W അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹലോ കിടക്കുന്ന അതേ ഫോൾഡറിൽ തന്നെ ഞാൻ പോകും. റിലേറ്റീവ് ആണ്, ഫോൾഡറിൽ തന്നെ പോകും. അപ്പോൾ ഇവിടെ എന്തുണ്ടോ എന്ന് പറഞ്ഞ് നോക്കും. നെയിംസ് എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കും. ഉണ്ടോ? ഇല്ല. ഇല്ല എന്നുണ്ടെങ്കിൽ W ആണെങ്കിൽ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യും. W ആണ് എന്നുണ്ടെങ്കിൽ if there is no such file, then it will create one. It will create one. ഇനി otherwise, അതായത് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. അതർവൈസ് അതായത് അങ്ങനെ ഒരു ഫയൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഉണ്ടെങ്കിൽ it will overwrite the content. Say for example, എൻ്റെ കയ്യിൽ names.text എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്ത് എനിക്ക് 50 പേരുടെ പേരുണ്ട്. ഞാനിവിടെ W ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ 50 പേരുടെ ഡീറ്റെയിൽ എനിക്ക് എന്തായി പോകും? ലോസ്റ്റ് ആയി പോകും. എന്നിട്ട് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കും എന്തിനകത്തോട്ട് വരുന്നത്? ആ ഫയലിനകത്തോട്ട് വരുന്നത്. അതാണ് W എന്ന് പറയുന്നതിൻ്റെ സ്പെഷ്യാലിറ്റി. If there is no such file, it will create one. Otherwise, it will overwrite the content. അതായത് അങ്ങനെ ഒരു ഫയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓവർറൈറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഉള്ള കാര്യം. ശരി, ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇനി ഞാനാണെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി എനിക്ക് ഒരു നെയിം വാങ്ങിക്കണം. ഞാനൊരു നെയിം വാങ്ങിക്കാൻ പോവാണ്. 30. അപ്പം ഞാൻ യൂസറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. printf enter the name. അപ്പോൾ അത് സ്കാൻ ചെയ്യാണ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് %name. അപ്പോൾ ഞാൻ നെയിം വാങ്ങി. ഈ നെയിമിനെ എനിക്ക് എങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യണം? ഈ വാങ്ങിയ നെയിമിനെ എനിക്ക് ഈ ഫയലിലേക്ക് names.txt എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് റൈറ്റ് ചെയ്യണം. നമുക്ക് സാധാരണ printf എന്ന് പറയുന്ന നെയിം പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? %name എന്ന് പറഞ്ഞല്ലേ ഞാൻ പ്രിന്റ് ചെയ്യുന്നത്. %name. ഇതെന്താ ചെയ്യുന്നത്? What is the functionality of print? It will write the content to standard output device. അതായത് ഇവിടെ നെയിം എന്ന് പറയുന്ന കാര്യം ഞാൻ എവിടെ റൈറ്റ് ചെയ്യും? ഞാൻ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യും. എന്താണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? മോണിറ്റർ. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? മോണിറ്റർ. printf എന്താ ചെയ്യുന്നത്? printf എന്താ ചെയ്യുന്നത്? ഞാൻ റൈറ്റ് ചെയ്യാൻ പറയുന്ന സാധനം, അതായത് നെയിം എങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് മോണിറ്ററാണ്. അതാണ് printfന്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. there is another function called. അപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ ഇൻബിൽഡ് ഫംഗ്ഷനെ പറ്റി പറയാണ്. ഞാൻ ഒരെണ്ണം പറഞ്ഞു fopen. ഇനി അടുത്ത ഇൻബിൽഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫയലിന്റെ ഇൻബിൽഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന fprintf.
പ്രിന്റ്എഫിന്റെ അതേ സിന്റാക്സ് ആണ്, ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് എന്താ ചെയ്യുന്നത്, ഇവിടെ എങ്ങോട്ടേക്കാണ് റൈറ്റ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കുക. ഞാൻ എഫ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവിടെ 3 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫയൽ പോയിന്റർ. ഞാൻ എങ്ങോട്ടേക്കാണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ എനിക്ക് റിഫൈൻ ചെയ്യാം. ഇറ്റ് വിൽ റൈറ്റ് ദ കണ്ടന്റ് ടു എ ഗിവൺ file pointer. It will write the content to a file given by pointed by the file pointer. By the file pointer. File pointer point ചെയ്യുന്ന ഫയലിലേക്ക് ഞാൻ റൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എഫ് എന്ന് പറയുന്ന ഫയൽ പോയിന്റ് ചെയ്യുന്ന ആരെയാണ്, names.txt-ലേക്കാണ്. അവിടെ ഞാൻ എന്ത് ചെയ്യും, ഈ നെയിം എന്ന് പറയുന്ന കാര്യം റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എഫ് പ്രിന്റ്എഫും തമ്മിൽ ആകെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എഫ് പ്രിന്റ്എഫിനകത്ത് ഞാൻ എന്തും കൂടെ പറഞ്ഞു കൊടുക്കണം, എങ്ങോട്ടേക്കാണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. എങ്ങോട്ടേക്കാണ് റൈറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു ഫയൽ പോയിന്റർ പാസ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഫയൽ പോയിന്റർ, പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന പോലെ പ്രിന്റ്എഫിന്റെ അതേ സാധനം പെർസെന്റേജസ് നെയിം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇനി ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ കൂടെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ പഠിക്കുകയാണ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിക്കുകയാണ്. ദാറ്റ് ഈസ്, ഒരു ഫയൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അതിനെ ക്ലോസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫയലിനെ ക്ലോസ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് another function, that is fclose. എന്താണ് fclose? fclose ആ ഫയൽ പോയിന്റർ ഏതാണ്, ദാറ്റ് ഈസ് fclose ഓഫ്. അപ്പോൾ ഇതിനകത്ത് ഒരു പാരാമീറ്ററേ ഉള്ളൂ. ആ പാരാമീറ്ററിന്റെ ഞാൻ എന്താ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്, ഏത് ഫയലാണെന്നുള്ള കാര്യം പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാമിന്റെ explanation. That is, read a name from user and write that on a file named names. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഞാൻ ആദ്യം ഒരു ഫയൽ പോയിന്റർ എടുത്തു. ഫയൽ പോയിന്റർ എടുത്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തു. അത് ഏത് മോഡിനകത്ത് ഓപ്പൺ ചെയ്തു, റൈറ്റ് മോഡിനകത്ത് ഓപ്പൺ ചെയ്തു. എനിക്ക് എത്ര മോഡുണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി, 3 മോഡുണ്ട്, റീഡ്, റൈറ്റ്, അപ്പൻഡ്. റീഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫയലിനെ എനിക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. റൈറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൻഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യും. റൈറ്റിന്റെ പ്രത്യേകത എന്താണ്, റൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം തന്നെ അത് ജനറേറ്റ് ചെയ്തോളും. അതർവൈസ് ഇറ്റ് വിൽ ഓവർ റൈറ്റ് ദ കണ്ടന്റ്. അതിനകത്തുള്ള കണ്ടന്റ് എല്ലാം ഓവർ റൈറ്റ് ആവും. ശരി, നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നോക്കിയേ, ഈ ഒരു സി പ്രോഗ്രാമിനകത്ത് നെയിംസ് എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടോ, ഇല്ല. ഇതുവരെയ്ക്കും നെയിംസ് എന്ന് പറഞ്ഞൊരു ഫയൽ ഇല്ല. ഞാനൊന്ന് റൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സി പ്രോഗ്രാമിനകത്താണ് നിൽക്കുന്നത്, കണ്ടല്ലോ. ഡെസ്ക്ടോപ്പിനകത്ത് സി പ്രോഗ്രാമിനകത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ hello.c ഞാൻ കമ്പൈൽ ചെയ്യുന്നു. എറർ ഒന്നുമില്ല. സോ ഐ ആം ഗോയിങ് ടു എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ പറയുന്നു, നെയിം എന്ന് പറയുന്നത് സംഗീതാണ്. സംഗീത് എന്ന് പറയുന്നതാണ് നെയിം. ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്കിവിടെ ഒരു ഔട്ട്പുട്ടും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പ്രിന്റ്എഫ് ചെയ്യാനല്ല പറഞ്ഞത്. ഞാനിവിടെ എന്താണ് പറഞ്ഞത്, എഫ് പ്രിന്റ്എഫ് ആണ് പറഞ്ഞത്. അതായത് ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ നോക്കുന്നു, ഞാൻ വീണ്ടും ആ സി പ്രോഗ്രാമിനകത്ത് ചെന്ന് നോക്കുന്നു. അപ്പോൾ ദാ കിടക്കുന്നു name.txt. ഞാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ ഒരു ഫയൽ ഇല്ലായിരുന്നു, പക്ഷെ ഈ പ്രോഗ്രാം വഴി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു name.txt എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു ഫയലിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആ ഒരു ഫയൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. സംഗീത്. ഞാൻ എന്ത് പേരാണോ പറഞ്ഞത് ആ പേര് ഞാൻ എന്തിനകത്തോട്ട് റൈറ്റ് ചെയ്തു, ഒരു നെയിംസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫയലിലേക്ക് മാറ്റി. ഇപ്പോൾ ഇവിടെ ഒരു 2 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു സി പ്രോഗ്രാം, അതായത് ഈ പ്രോഗ്രാം കിടക്കുന്ന സ്ഥലത്തല്ല ഇപ്പോൾ എന്താ സംഭവിച്ചത്, hello.c, അതായത് എൻ്റെ ഈ പ്രോഗ്രാം എവിടെയുണ്ടോ അവിടെയാണ് names.txt
ക്രിയേറ്റ് ആയത്. നമ്മൾ നേരത്തെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തല്ലോ, അതാ ഈ ഒരു സ്ഥലം, ദാറ്റ് ഈസ് സി ഡ്രൈവിനകത്ത് ടെക്സ്റ്റ് ഫയലിനകത്താണ് എനിക്ക് വേണ്ടത് എങ്കിൽ ഞാൻ ഈ ഒരു ഫയലിന് ഈ ഒരു പ്രോഗ്രാമിനെ എന്ത് റീറൈറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ അബ്സല്യൂട്ട് അഡ്രസ് ഓഫ് ആ ഫയൽ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നെയിംസ് ഡോട്ട് ടെക്സ്റ്റ് എവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം, പ്രോഗ്രാം കിടക്കുന്ന അതേ ലൊക്കേഷനിൽ തന്നെ ക്രിയേറ്റ് ആവും. എനിക്ക് വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ അഡ്രസ്സ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണ്, സി എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്ത്, സി എന്ന് പറയുന്ന ഡ്രൈവിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഫയലിനകത്ത് നെയിം ഡോട്ട് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ ഡബിൾ സ്ലാഷ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഡബിൾ സ്ലാഷ് ആണ് എന്തിനകത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം സ്ലാഷ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എസ്കേപ്പ് സീക്വൻസിന്റെ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ സ്ലാഷ് എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, സ്ലാഷ് സ്ലാഷ് വേണം. അതുകൊണ്ടാണ് ഇവിടെ ഡബിൾ സ്ലാഷ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ സിക്കകത്ത് ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് നെയിം ഡോട്ട് ടി ക്രിയേറ്റ് ആവാനാണ് ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ നോക്കി, സിക്കകത്ത് ടെക്സ്റ്റ് ഫയലിനകത്ത് ഇപ്പം എന്ത് മാത്രമേ ഉള്ളൂ, റെസ്യൂം ഡോട്ട് ടി മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് റൺ ചെയ്യാണ്, ഞാൻ എൻ്റെ ഹലോ ഡോട്ട് സി ഒന്നും കൂടെ റൺ ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാൻ വീണ്ടും സംഗീത് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു, പേര് എന്ന് പറയുന്ന സംഗീത് കൊടുത്തു. ഞാൻ ടെസ്റ്റ് ചെയ്യാണ് അങ്ങനെ ഒരു ഫയൽ ഉണ്ടായോ എന്ന് പറഞ്ഞ്. യെസ്, നെയിം ഡോട്ട് ടി ഉണ്ടായി. ഞാൻ ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നു, സംഗീത് വന്നു. ഓക്കെ, ഇനി ഞാൻ അടുത്തത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാണ്. ഞാൻ അവിടെ പൂർണിമ എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തു, പൂർണിമ എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ചെന്ന് നോക്കി, പ്രോഗ്രാമിൽ നെയിം ഡോട്ട് സിയിൽ വീണ്ടും ഒന്നും കൂടെ ചെന്ന് നോക്കി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി, പൂർണിമ മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാൻ സംഗീത് കൊടുത്തതുണ്ടായിരുന്നോ, ഇല്ല. അപ്പൊ എന്ത് സംഭവിച്ചു, റൈറ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. റൈറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, ഓവർ റൈറ്റ് ചെയ്യാണ്. അതായത് നേരത്തെ ഉള്ള കണ്ടന്റ് ഫുള്ള് മാറിയിട്ട് പുതിയ ഞാൻ ആഡ് ചെയ്യുന്ന കണ്ടന്റ് മാത്രമായിട്ട് വരികയാണ്. മനസ്സിലായോ, റൈറ്റ് എന്ന് പറയുന്നതിന്റെ ഈ ഒരു ലൈൻ മനസ്സിലായോ, അതർവൈസ് ഇറ്റ് വിൽ ഓവർ റൈറ്റ് ദി കണ്ടന്റ്. അപ്പോൾ എനിക്ക് ഓവർ റൈറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം. അതർവൈസ് എനിക്ക് എന്ത് ചെയ്യണം, അപ്പെൻഡ് ചെയ്യണം. അപ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റിന്റെ കൂടെ സാധനം അപ്പെൻഡ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് ഓപ്പണിംഗ് ആണ് എക്കകത്ത് ഇഫ് ദർ ഈസ് നോ സച്ച് ഫയൽ ദെൻ ഇറ്റ് വിൽ ക്രിയേറ്റ് വൺ, അതർവൈസ് ഇറ്റ് വിൽ അപ്പെൻഡ് ദി കണ്ടന്റ്. അപ്പം ശരി, നമുക്കിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ആകെ ചേഞ്ച് ചെയ്തത്, ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് ഈ W മാറ്റി ഞാൻ അവിടെ എന്ത് കൊടുക്കുന്നു, എ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഞാൻ കൊടുക്കുന്നു. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, സിക്കകത്ത് ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നെയിം ഡോട്ട് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അത് ഏത് മോഡിനകത്ത് ഓപ്പൺ ചെയ്യുക, അപ്പൻ മോഡിനകത്ത് ഓപ്പൺ ചെയ്യുക. അപ്പൻ മോഡിനകത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു നെയിം വാങ്ങിക്കുന്നു. അവിടെ ഒരു നെയിം യൂസറിൻ്റെ വാങ്ങിച്ചതിന് ശേഷം അത് ഞാൻ പ്രിന്റ് ചെയ്ത് കാണിക്കും, ആ ഫയലിലേക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ഇപ്പോൾ പൂർണിമ എന്ന് പറഞ്ഞൊരു പേരാണ് അതിനകത്ത് ഉള്ളത്. ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊന്നും കൂടെ കമ്പൈൽ ചെയ്യാണ് പ്രോഗ്രാം. ദെൻ ഐ ആം എക്സിക്യൂട്ടിംഗ്. ഇപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഏത് മെത്തേഡിലാണ്, അപ്പൻഡിനകത്താണ്. ശരി, വീണ്ടും ഒരു പേര് വാങ്ങിക്കുന്നു. ഞാൻ വീണ്ടും സംഗീത് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നു. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. നൗ ഐ എം ഗോയിങ് ടു ചെക്ക് ദി കണ്ടന്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. കണ്ടന്റ് ചെക്ക് ചെയ്തപ്പോൾ നോക്കുക, പൂർണിമ കഴിഞ്ഞ് തൊട്ടടുത്ത സ്പേസ് ആയിട്ട് സംഗീതം വന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു സ്പേസ് ഇട്ടിട്ട് വേണമെങ്കിൽ സംഗീതം എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനിലെ സംഗീതം എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എനിക്ക് വേണ്ടത് നെക്സ്റ്റ് ലൈനിലാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനകത്ത് ആകെ ഒരേ ഒരു ചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, printf %s നെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ പേര്
കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ലൈനിലേക്ക് പോകാൻ പറയുന്നു. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. ആകെ റൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഒരു നെയിം എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ന്യൂ ലൈൻ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. ഞാൻ വീണ്ടും ഇതിനകത്ത് ഇപ്പോഴത്തേക്ക് ഞാൻ ഒരു എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ആൾ തൊട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കണ്ടന്റ് ഒന്നും ഇല്ല. ഓക്കെ, ഒരു കണ്ടന്റും ഇല്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം ഞാനാണെങ്കിൽ സംഗീതം എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നു. നെയിം എന്ന് പറയുന്ന സംഗീതമാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടന്റ് ഒന്നും ഇല്ല. കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഫയലിലേക്ക് ഞാൻ സംഗീതം എൻ്റർ ചെയ്യുന്നു. ശരി, ഞാനാണെങ്കിൽ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. സംഗീതം വന്നോ എന്ന് പറഞ്ഞു നോക്കുന്നു. അപ്പോൾ സംഗീതം വന്നു. നൗ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൻ്റെ ആണ് ഇപ്പോഴും. ഞാനാണെങ്കിൽ അടുത്ത ആളുടെ പേര് പൂർണിമ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ഞാൻ വീണ്ടും റീലോഡ് ചെയ്യുമ്പോൾ കണ്ടോ, സംഗീത് നെക്സ്റ്റ് ലൈനിൽ പൂർണിമ വന്നു. ഓക്കെ, അടുത്ത ആള് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആള് നെക്സ്റ്റ് ലൈനിലായിരിക്കും വരുന്നത്. പ്രതീഷ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ്. പ്രതീഷ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സോ ഞാൻ പേജ് റീലോഡ് ചെയ്യുമ്പോൾ പ്രദേശം വന്നു. ഓക്കെ, ഇതാണ് ഒരു നെയിം നമുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള പ്രോഗ്രാം. നെയിം എനിക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം ഇതാണ്. അപ്പോൾ ആ പ്രോഗ്രാം ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ ഇതിനകത്ത് ഉള്ള കമൻസ് എല്ലാം വായിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു 4-5 ലൈൻ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു ഫയൽ പോയിന്റർ വേണം. എഫ് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റി പഠിച്ചു. എഫ് ഓപ്പണിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം പഠിച്ചു. എഫ് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പഠിച്ചു. എഫ് പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് സിമിലർ ടു പ്രിന്റ് എഫ്. അതിനകത്ത് പ്രിന്റ് എഫും എഫ് പ്രിന്റ് എഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ പോയിന്ററും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എഫ് ക്ലോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഫയലിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ചത്.